വയനാട് നൂൽപ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. നൂൽപ്പുഴ സ്വദേശി മാനുവാണ് മരിച്ചത്. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴാണ് ആക്രമണം. കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ചന്ദ്രികയെ ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലാണ് കണ്ടെത്തിയത്. പണിക്ക് പോയിട്ട് വരുന്ന 6-6:30 ആകുമ്പോഴാണ് ഇവിടെ ഇവൻ ആന ചവിട്ടിക്കൂട്ടുമ്പോ അവിടെ നോക്കി നിൽക്കുന്നത് ജനങ്ങൾ. അവർക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റുമോ? അവരും മനുഷ്യരുടെ ജീവിയല്ലേ. അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചിട്ട് ആന കൊമ്പ് കൊണ്ട് കുത്തി അങ്ങോട്ട് വലിച്ചെറിഞ്ഞ്. ഇവിടെ ഒന്നും സർക്കാർ ഒരു നടപടി ഇന്ന് വരെ എടുത്തിട്ടില്ല. സർക്കാരുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഓ അത് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. അതാണ് ഇവിടുത്തെ സർക്കാരിന്റെ നിയമം. പിന്നെ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു നടപടി റെഞ്ചുണ്ട്. റെഞ്ചിൽ ആന വരുന്ന റെഞ്ചൊന്ന് താത്താനോ ഈ ഫെൻസിങ്ങോ ഒരു കറണ്ടോ കറണ്ട് കൊടുത്തു. സർക്കാർ വരെ അവർക്ക് കറണ്ട് ഉണ്ടല്ലോ. പീസ് ഊരിക്കൊണ്ട് പോയാൽ ബൾബ് കത്തുവോ? വെള്ളമില്ലാതെ കഞ്ഞി വേകുവോ? വേഗൂലല്ലോ. അതേ അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് വരെ. ഈ ഉള്ളിൽ ഫോറസ്റ്റ് മേഖലയിലായതുകൊണ്ട് ഒരു സർക്കാർ വരെ തിരിഞ്ഞു നോക്കുന്നില്ല. അനീസ് അലി വിവരങ്ങളുമായും. അനീസ്, ഈ കാട്ടാന ആക്രമണം ഉണ്ടായ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു നിലയ്ക്കുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഈ കൊല്ലപ്പെട്ടയാളുടെ വിശദാംശങ്ങളും ഒപ്പം ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നിഷാദ്, നിലവിൽ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. മൃതദേഹം എടുക്കാൻ അനുവദിക്കില്ല എന്നറിയിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. വനംവകുപ്പ് DFO സ്ഥലത്തെത്തിയാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുടുംബത്തിന് സാധാരണ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുമ്പോഴുണ്ടാകുന്ന നഷ്ടപരിഹാരം നൽകാമെന്ന കാര്യത്തിൽ ധാരണയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രതിഷേധം ഏകദേശം തണുത്ത നിലയിലാണ്. പക്ഷേ മൃതദേഹം ഇവിടുന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പോലും പൂർത്തിയാക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലുണ്ടായിരുന്ന പ്രതിഷേധം മാറിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇനി DFO എത്തി സംസാരിച്ചതിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇന്നലെ വൈകുന്നേരം 6:30 കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് പ്രദേശവാസികൾ അറിയിക്കുന്നത്. ഇന്ന് മാത്രമാണ് പക്ഷേ ആളുകൾ ഈ വിവരങ്ങൾ അറിയുകയും ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. വനത്തിനകത്തുകൂടിയുള്ള വനപാതയിൽ വെച്ചുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. വനപാത കഴിഞ്ഞ് ഒരു നാട്ടുംപുറത്ത് വന്നതിന് ശേഷം സ്വകാര്യ തോട്ടത്തിലാണ് ഈ മൃതദേഹം കാണുന്നത്. സാങ്കേതികമായി കാട്ടിനകത്ത് വെച്ചല്ല ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാമെങ്കിൽ പോലും കാടിനോട് ചേർന്ന തൊട്ടടുത്ത പ്രദേശം തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞു വരുന്നതിനിടയിലാണ് ചന്ദ്രിക, അദ്ദേഹത്തിന്റെ ഭാര്യയും മാനു എന്ന് പറയുന്ന 45 വയസ്സുള്ള ഇദ്ദേഹവും ജോലി കഴിഞ്ഞ് വരുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ദാരുണമായൊരു സംഭവമാണ്. ഇദ്ദേഹത്തിന് 4 മക്കളാണുള്ളത്. ഇതിൽ 3 പേര് ഇദ്ദേഹത്തിന്റെയും പിന്നെ ഒരു കുട്ടി, മൂത്ത കുട്ടി നേരത്തെ ഉള്ള ഭാര്യയിലുള്ള ഒരു കുട്ടിയും. ഇങ്ങനെ 4 കുട്ടികളാണ് ഈ കുടുംബത്തിനുള്ളത്. ചന്ദ്രിക, മാനു, ഈ 4 കുട്ടികൾ, ഇവരാണ് കുടുംബം. പക്ഷെ ഇവർക്ക് സ്വന്തമായൊരു വീടില്ല എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവർ ബന്ധുവീടുകളിലാണ് താമസിക്കുന്നത്. ഈ പ്രദേശത്തേക്ക് അദ്ദേഹം വരുന്നതും ജോലി കഴിഞ്ഞ് എത്തുന്നതും ബന്ധുവീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. സാധാരണ ഒരു ബന്ധുവീട്ടിൽ വിരുന്നെത്തുന്ന രീതിയിലല്ല അദ്ദേഹം സാധാരണ ഇവിടെ തന്നെയാണ് താമസിക്കാറ്. സ്വന്തമായി വീടില്ല എന്നാണ് അറിയുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. അദ്ദേഹത്തിന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അല്പസമയത്തിനകം ഇവിടെ നിന്ന് കൊണ്ടുപോകും. ശരി, അനീസ് അലി വിവരങ്ങൾ